കേരളത്തിൻ്റെ മുൻ DGP TP സെൻകുമാർ അദ്ദേഹം ADGP ഇൻ്റലിജൻസ് ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു റിപ്പോർട്ടുണ്ടാക്കി. ആ റിപ്പോർട്ട് പറയുന്നത് കേരളത്തിൽ ലവ് ജിഹാദുണ്ട്. അതായത് മറ്റു മതസ്ഥരുള്ള ക്രിസ്ത്യൻ ഹിന്ദു മതത്തിലുള്ള മതവിശ്വാസി പെൺകുട്ടികളെ ചില മുസ്ലിം തീവ്രവാദികൾ അടിച്ചുകൊണ്ടു പോകുന്നു. അവരെ വിദേശത്ത് കൊണ്ട് ട്രെയിൻ ചെയ്ത് അവരെ ഭീകര ബോംബുകളാക്കുന്നു. അത് വ്യാപകമായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ അതിനൊരു കോയിൻ ചെയ്ത ഇൻ്റർവ്യൂ ഇട്ടത് ഈ കേരള കൗമുദി കൂടാണ് ഇത് വലിയ സംഭവമായിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ TP സെൻകുമാർ തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിയാണ് ഈ റിപ്പോർട്ട്. അപ്പം ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ഈ പറയുന്ന VD സതീശൻ ഗവൺമെൻറ്റിനും മുസ്ലിം ലീഗിനും അതേപോലെ മുസ്ലിം സംഘടനകൾക്കും ഒക്കെ അറിയുവാൻ താല്പര്യമുണ്ട്. ഈ കേസ് 100% റീഓപ്പൺ ചെയ്യും, റിവ്യൂ വെക്കും. ഈ സംഭവം ഒരു റിട്ടയർഡ് IPS ഓഫീസർ, അദ്ദേഹം റിട്ടയറായി 10 വർഷമായി. അതായത് പിണറായി വിജയൻ ഇരുന്ന സമയത്താണ് ഇദ്ദേഹം റിട്ടയർ ആവുന്നത്. അതിനുശേഷം ഒരു കാരണം UDF അധികാരത്തിൽ വന്നില്ല. പക്ഷേ ഈ കേരള സ്റ്റോറി, അതായത് കേരള സ്റ്റോറി 1, കേരള സ്റ്റോറി 2, ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനും കേരളത്തെ മോശമായിട്ട് അങ്ങ് മാറ്റിയെടുത്തു. അതുണ്ടായ സംഭവം തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കും മുസ്ലിം ലീഗിനും താല്പര്യമുണ്ട് എന്താണ് ഈ റിപ്പോർട്ടിൻ്റെ ബേസ് അതറിയുവാൻ. കാരണം ഇതിനകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പോലീസിനും ഇതിനുള്ള പരമാധികാരമുണ്ട്. കാരണം ഇതിൻ്റെ എവിഡൻസ് എന്താണ്, എന്തിൻ്റെ പേരിലാണ് റിപ്പോർട്ട് ഉണ്ടാക്കിയത്, എന്തായിരുന്നു ഇതിൻ്റെ പിറകിലുണ്ടായ കാരണം, പുതിയ തെളിവുകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വെച്ചുകൊണ്ട് ഈ കേസ് റീഓപ്പൺ ചെയ്യുമ്പോഴും മനസ്സിലാക്കുക ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഗവൺമെൻറ്റിന് അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് BJP ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൽ മിനിസ്ട്രി ഓഫ് ഹോമിൽ പാർലമെൻറ്റിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിട്ടുണ്ട് 7-8 പ്രാവശ്യം പല രീതിയിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കേരളത്തിലെ ലവ് ജിഹാദും ADGP ഇൻ്റലിജൻസും കേരള പോലീസും തന്ന റിപ്പോർട്ട് ഇത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ, അതായത് ഹോം മിനിസ്റ്റർ തള്ളിക്കളഞ്ഞു.